മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തബൂക്ക് യുദ്ധത്തിലായിരുന്നു. അന്നൊരു ദിവസം പ്രപഞ്ചത്തിന് വല്ലാത്ത ഒരു സൗന്ദര്യം ഞങ്ങൾ കണ്ടിരുന്നു. പ്രപഞ്ചത്തിന് വല്ലാത്തൊരു സൗന്ദര്യം ഞങ്ങൾ കാണുകയാണ്. അന്ന് പ്രപഞ്ചത്തിന്റെ പ്രഭാതം പൊട്ടിവിടർന്നത് മനോഹരമായ ഒരു നിലയിലായിരുന്നു. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, പ്രപഞ്ചത്തിന് ഇന്നുവരെ കാണാത്ത ഒരു സൗന്ദര്യമാണല്ലോ നബിയേ. പ്രപഞ്ചത്തിന് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രഭാതമാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബ, ഈ കാണുന്ന പ്രപഞ്ചത്തിന് അല്ലാഹു ഇന്നത്തെ ദിവസം ഒരു മനോഹാരിത കൊടുത്തിട്ടുണ്ടല്ലോ. അതിൻ്റെ കാരണം എന്തെന്നറിയോ? മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുത്ത് വന്നിരുന്നു. അതിൻ്റെ കാരണം എന്നോട് പറഞ്ഞിരുന്നു സഹാബ, അതിൻ്റെ കാരണം എന്നോട് പറഞ്ഞിരുന്നു സഹാബ. സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അതിൻ്റെ കാരണം ഞങ്ങൾക്ക് കൂടി ഒന്ന് പറയണം നബിയേ. അല്ലാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സഹാബത്തിനോട് പറയുന്ന, സഹാബ, മദീനയിൽ മുആവിയത്തുൽ ലൈസി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടിരിക്കുന്നു സഹാബ. ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് ആകാശലോകത്തിന്റെ ചക്രവാളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മാലാഖമാര് ഈ ഭൂമിയിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുന്നു സഹാബ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, ജിബ്രീലേ, ആ മനുഷ്യന് ഇത്രത്തോളം വലിയ പദവി കിട്ടാനുള്ള കാരണം എന്തേ? ആകാശലോകത്തിന്റെ ചക്രവാളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മാലാഖമാര്, ലക്ഷക്കണക്കിന് മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാനുള്ള കാരണം ചോദിക്കുമ്പോൾ, ആ മനുഷ്യൻ ഇത്രത്തോളം വലിയ പദവി കിട്ടാനുള്ള കാരണം ചോദിക്കുമ്പോൾ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയേ, ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ രാവും പകലും ആ മനുഷ്യന്റെ നാവ് കൊണ്ട് ആ മനുഷ്യൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് അധികരിപ്പിച്ചിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന ഈ സൂറത്ത് പതിവാക്കിയിരുന്നു നബിയേ, അധികരിപ്പിച്ചിരുന്നു നബിയേ. അള്ളാഹു നമുക്കും അധികരിപ്പിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തോ ഒരു വലിയ ഭാഗ്യമാണല്ലേ. നമ്മൾ ആലോചിച്ചൊക്കെ, എന്തോ ഒരു വലിയ സുഹൃതമാണ്. എന്തോരം പ്രാവശ്യം നമുക്ക് അധികരിപ്പിക്കാം സൂറത്തുൽ ഇഖ്ലാസ്. ഏറ്റവും ചെറിയ സൂറത്തല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറത്തുകളിൽ ഒരു സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹു അധികരിപ്പിക്കാൻ തൗഫീഖ്. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു ചരിത്ര സംഭവമുണ്ട് പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംഘത്തെ യാത്രയ്ക്ക് അയക്കുമ്പോൾ ആ സംഘത്തിന് നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ദീനുള്ള, ഏറ്റവും അറിവുള്ള ഒരു വ്യക്തിയെ ഇമാമത്ത് നിർത്തുമായിരുന്നു, ഇമാമത്ത് ഏൽപ്പിക്കുമായിരുന്നു. ആ സംഘം യാത്ര കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പരാതിയുമായിട്ട് വന്നു. എന്താണ് പരാതി എന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ സ്വഹാബികൾ മുഴുവനും പരാതി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇമാമത്ത് ഏൽപ്പിച്ച വ്യക്തിയില്ലേ,
അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇമാമത്ത് ഏൽപ്പിച്ച സഹാബി ഏത് സൂറത്തിൽ നിസ്കാരത്തിൽ ഏത് സൂറത്തോതിയാലും അവസാനം സൂറത്തുൽ ഇഖ്ലാസിലാണ് ആ മനുഷ്യൻ അവസാനിപ്പിക്കുന്നത് റസൂലേ. അതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല റസൂലേ. ഏത് സൂറത്തോതിയാലും, ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് നിസ്കാരത്തിൽ, അത് കഴിഞ്ഞൊരു സൂറത്ത് ഓതും. ഈ സഹാബി ഏത് സൂറത്ത് ഓതിയാലും അവസാനം ഈ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതി അവസാനിപ്പിക്കും. അതിന്റെ കാരണം ഞങ്ങൾക്കറിയില്ല റസൂലേ എന്ന് സഹാബികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് ഏത് സൂറത്തോതിയാലും അവസാനം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിൽ കൊണ്ട് അവസാനിപ്പിക്കുന്നതിന്റെ കാരണം ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, പറയുകയാണ്. അള്ളാന്റെ ഹബീബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ആ സൂറത്ത് ഓതാൻ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. ആ സൂറത്ത് എനിക്ക് ഓതിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്ത ഇഷ്ടമാണ് റസൂലേ. ആ സൂറത്തിനോട് എനിക്കൊരു വല്ലാത്ത മോഹമാണ് നബിയേ. അതിന്റെ കാരണം എന്തെന്നറിയോ? വഹുവ ലിസിഫാത്തിർ റഹ്മാൻ. ആ സൂറത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയുന്ന സൂറത്തല്ലേ. ആ സൂറത്തിന്റെ അകത്ത് സ്വർഗത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ റസൂലേ. ആ സൂറത്തിന്റെ അകത്ത് കത്തിയാളുന്ന നരകത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ. ആ സൂറത്തിൽ മഹ്ശറയെക്കുറിച്ച്, പരലോകത്തിന്റെ ഭയാനകമായ രംഗങ്ങളെക്കുറിച്ച് പറയുന്നില്ലല്ലോ യാ റസൂലല്ലാഹ്. ആ സൂറത്തിൽ യജമാനനായ ജഗദീശ്വരനായ ജല്ലജലാലായ ജഗന്തിയന്താവായ ജഗപരിപാലകനായ പടച്ചവനെ കുറിച്ച് മാത്രമാണ് ആ സൂറത്തിൽ പറയുന്നത് നബിയേ. അതുകൊണ്ട് എനിക്ക് ആ സൂറത്ത് ഓതൽ വല്ലാത്ത ഇഷ്ടമാണ് റസൂലേ എന്നാ സഹാബി മറുപടി കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാതിയുമായിട്ട് വന്ന ഒരു കൂട്ടം സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹാബത്തേ. പരാതിയുമായിട്ട് വന്ന ഒരു കൂട്ടം സഹാബത്തിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് പുന്നാര ഹബീബ് പറയുന്നു, സഹാബാ, ആ മനുഷ്യനുണ്ടല്ലോ അള്ളാഹുവിനെ ഒരുപാട് സ്നേഹിക്കുന്നു സഹാബാ. അന്നല്ലാഹ യുഹിബ്ബുഹു. അതുകൊണ്ട് തന്നെ അള്ളാഹുവും ആ മനുഷ്യനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സഹാബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് സഹാബത്തിനോട് പറയാണ്, ആ മനുഷ്യൻ അള്ളാഹുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന സഹാബിയാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ സ്നേഹിക്കുന്നതിൻ്റെ 100 ഇരട്ടി സ്നേഹം അള്ളാഹു ആ മനുഷ്യനോട് തിരിച്ചു കാണിക്കുന്നു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവെ, പടച്ചവനെ, സൂറത്ത് അധികരിപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റബ്ബേ. ഒരുപാട് അധികരിപ്പിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും ഈ സൂറത്തൊന്ന് പതിവാക്കിയാൽ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമൻ ഖറഅഹാ, ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ 10 മറ, 10 പ്രാവശ്യം പാരായണം ചെയ്താൽ, ഒരു ദിവസം 10 പ്രാവശ്യം ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ, ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്നാ, അവൻ അല്ലാഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിഞ്ഞു കൊടുക്കുമെന്നാണ്. ഇതു കേട്ടപ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, 20 പ്രാവശ്യം ഓതിയാൽ 2 കൊട്ടാരം കിട്ടുമോ നബിയേ? 30 പ്രാവശ്യം ഓതിയാൽ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ 3 കൊട്ടാരം കിട്ടുമോ നബിയേ?
പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഉമറേ, അല്ലാഹുവിൻ്റെ ഖജനാവ് വിശാലമാണ് ഉമറേ. എത്ര തന്നാലും അല്ലാഹുവിന് തീരൂല ഉമറേ, തീരൂല ഉമറേ. നിനക്ക് എത്ര പ്രതിഫലം അല്ലാഹു തന്നാൽ, സ്വർഗത്തിൽ എത്ര കൊട്ടാരം പടച്ച റബ്ബ് തന്നാലും അല്ലാഹുവിൻ്റെ ഖജനാവ് വിശാലമാണ് ഉമറേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അല്ലാഹുവേ പടച്ചവനെ, അത് ഓതാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ.